എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ടായ സൈക്ലോട്രോണിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നമ്മളവിടെ സൈക്ലോട്രോണിൻ്റെ ചില ഇക്വേഷൻസ് പഠിച്ചു, അതിൻ്റെ വർക്കിംഗ് പഠിച്ചു. അതുപോലെ തന്നെ സൈക്ലോട്രോണിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ സൈക്ലോട്രോണുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു പ്രോബ്ലം ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രോബ്ലമാണ്. പ്രോബ്ലം ഇതാ നിങ്ങൾക്ക് കാണാം. എ സൈക്ലോട്രോൺസ് ഓസിലേറ്റർ ഫ്രീക്വൻസി ഈസ് 10 MHz. വാട്ട് ഷുഡ് ബി ദി ഓപ്പറേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഫോർ ആക്സിലറേറ്റിംഗ് പ്രോട്ടോൺസ്? അപ്പോൾ ഇവിടെ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡാണ് അല്ലേ. അതായത് സൈക്ലോട്രോണിൻ്റെ ഫ്രീക്വൻസി 10 MHz, ഫ്രീക്വൻസി F = 10 MHz എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെഗാഹെഡ്സിനെ ഹെഡ്സിലേക്ക് മാറ്റുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 × 10⁻⁶ ഹെഡ്സ്. അപ്പോൾ ഫ്രീക്വൻസി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഷുഡ് ബി ദി ഓപ്പറേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ബി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ നമ്മൾക്കറിയാം പ്രോട്ടോണുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചാർജ് എത്രയാണ്, അതിൻ്റെ മാസ് എത്രയാണ്, ഇതൊക്കെ നമ്മൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. നമ്മൾക്കറിയാം വി ഹാവ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി F = QB ഡിവൈഡഡ് ബൈ 2πm. ഇങ്ങനൊരു ഇക്വേഷന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് ബി കണ്ടുപിടിക്കണമെങ്കിൽ therefore B = ബി കണ്ടുപിടിക്കാൻ ബിയുടെ ഇക്വേഷൻ എഴുതുക അല്ലേ. അപ്പോൾ 2πm ഇങ്ങോട്ട് കൊണ്ടുവരിക. F × 2πm ഡിവൈഡഡ് ബൈ Q താഴോട്ട് വരും അല്ലേ, ഡിവൈഡഡ് ബൈ Q. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മളിതിൽ ഓരോ വാല്യൂ അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എത്രയാണ്, 10 × 10⁻⁶ ഇൻറ്റു 2π അല്ലേ. 2π എന്നാണ് 2 × 3.14 ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ മാസ്സാണ്. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻27 ഡിവൈഡഡ് ബൈ ചാർജ്. ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആൻസർ കിട്ടുക 0.667 ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ആണെന്ത്, ടെസ്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം. വളരെ സിമ്പിളായുള്ളൊരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് എക്സാമിനൊക്കെ ചോദിച്ച ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. മാഗ്നറ്റിക് force on a current carrying conductor. Magnetic force on a current carrying conductor. നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് പഠിച്ചിട്ടുണ്ട്. F = Q × V×B. അതൊരു ചാർജുമായി ബന്ധപ്പെട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കണ്ടക്ടറാണ്. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഒരു കണ്ടക്ടർ ആകുമ്പോൾ ഒരു കോപ്പർ വയറാണെന്ന് കരുതുക. അങ്ങനെയുള്ളൊരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഞാൻ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ഒരു കണ്ടക്ടർ ഇതാ L ലെങ്ത്തുള്ളൊരു കണ്ടക്ടറാണ്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്ത് L ആണ്. ഇങ്ങനെയുള്ള ഒരു കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും? നമ്മൾക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ ചാർജ് Q, ദാറ്റ് ഈസ് F = Q × V×B അല്ലേ. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ ചാർജ് എന്താണെന്നുള്ളത് നമുക്കറിയാം. F = മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ ചാർജ്
magnetic force on a charge, that is F equal to Q into V cross B. ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു ചാർജല്ല, Q എന്ന് പറയുന്ന ഒരു ചാർജല്ല, അതിന് പകരം കുറേ ചാർജുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ ചാർജുകൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഒരു കണ്ടക്ടറിൽ കുറേ ചാർജുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചാർജുകൾ മൂലം, ഈ കുറേ ചാർജുകളുണ്ട്, ഇത് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സ്, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഇവിടെ ഉണ്ടാകുന്ന ഈ ചാർജുകൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിന്, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുമ്പോൾ അതിനുള്ളൊരു വെലോസിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. നമ്മൾ പഠിച്ചതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചാണ്. ദി വെലോസിറ്റി ബൈ വിച്ച് an electron move from positive end അല്ലേ towards the positive end. The velocity by which an electron moves through a conductor. ഒരു കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യാണ് ഒരു ഇലക്ട്രോൺ. എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്? ഡ്യൂ ടു ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഒരു ഇലക്ട്രോണ് എന്ത് ചെയ്യാണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യുക. അതിൻ്റെ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഇവിടെയും ഈ പറയുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇവിടെ നമ്മൾക്ക് കണ്ടക്ടറിലാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ എൽ ലെങ്ത്തിലാണ് ഇത് മൂവ് ചെയ്യുന്നത്, എൽ ലെങ്ത്തിൽ. അപ്പോൾ നമ്മൾക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു ലെങ്ത് ബൈ ടൈം എന്നാണ്. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഇവിടെ നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി എന്നുള്ളതിന് പകരം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ, ലെങ്ത് ബൈ ടൈം ക്രോസ് ബി. ഓക്കെ, ഈ ടീനെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ക്യൂ ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്തുള്ളത്? എൽ ക്രോസ് ബി. ഓക്കെ, അപ്പോൾ ദർഫോർ എഫ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ കറൻറ്റാണ്. ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി, കറൻറ്റ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം. അപ്പോൾ ക്യൂ ബൈ ടി എന്നുള്ളതിന് പകരം ഐ എന്ന് കൊടുക്കാം, ഇൻറ്റു എൽ ക്രോസ് ബി. അപ്പോൾ എഫ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി. ഓർ എഫ് ഈക്വൽ ടു എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ. അപ്പോൾ എൽ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എൽ ബി സൈൻ തീറ്റ. അപ്പോൾ ഇതാ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, എൽ ലെങ്ത് ഉള്ള ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അല്ലേ. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഓഫ് ലെങ്ത് എൽ, ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു ഐ എൽ ബി സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇനി മാക്സിമം ഫോഴ്സ് എപ്പോഴായിരിക്കും? ഈ കണ്ടക്ടറിൽ മാക്സിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാക്സിമം വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സൈൻ തീറ്റ 1 ആണെന്നുണ്ടെങ്കിൽ തീറ്റ എന്തായിരിക്കണം? 90 ആയിരിക്കണം അല്ലേ. വെൻ തീറ്റ ഈക്വൽ ടു 90 ദെൻ സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ 90 അല്ലേ. സൈൻ 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഓക്കെ, സൈൻ 0 എന്ന് പറഞ്ഞാൽ തീറ്റ 0 ആകുമ്പോൾ സൈൻ 0 എന്ന് പറഞ്ഞാൽ വാല്യൂ 0 ആയി മാറും, മൊത്തം 0 ആയി മാറും. ഇവിടെ മാക്സിമം വാല്യൂ വരുന്നത് തീറ്റ 90 ആകുമ്പോഴാണ്. സൈൻ 90 1 ആണ്. അപ്പോൾ മാക്സിമം ഫോഴ്സ് എഫ് ഈക്വൽ ടു എന്ത് എഴുതാം? ഐ എൽ ബി. സൈൻ 90 എന്ന് പറഞ്ഞത് എന്തായി? ഇവിടെ തീറ്റ 90 ആണെന്ന് കൺസിഡർ ചെയ്തു, അപ്പോൾ സൈൻ 90 1 ആണ്. അപ്പോൾ എഫ് ഈക്വൽ ടു ഐ എൽ ബി. ഇതാണ് മാക്സിമം ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. എഫ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ഇൻറ്റു ബി. ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്, ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. ഇനി എൽ എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത്, ബി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾക്കിനി നമ്മുടെ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട്, റൈറ്റ് ഹാൻഡ് പാം റൂൾ വെച്ചിട്ട് ഇതിലുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷനൊക്കെ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സപ്പോസ് ദി ഡയറക്ഷൻ ഓഫ് കറൻറ്റ് ഈസ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ, കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡിലെ തമ്പ് നമ്മൾ എന്ത് ചെയ്യാം?
തമ്പ് മുകളിലേക്ക് പിടിക്കുക. ഇനി ബാക്കിയുള്ള ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പിടിക്കുക. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രോസ് ആയിട്ട് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രോസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കാണ്, ബോർഡിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തമ്പ് മുകളിലേക്ക് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പിടിച്ചു. അതുപോലെ ബാക്കിയുള്ള ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലേക്ക് പിടിക്കുമ്പോൾ ഈ പാം എങ്ങോട്ട് നിൽക്കുന്നത് ഈ സൈഡിലേക്കാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾക്ക് ഈസി ആയിട്ട് പറയാം ഇങ്ങോട്ടാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ഓർത്ത് വെക്കേണ്ടത് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ആ ഇക്വേഷൻ F = ILB sin θ. ഇനി മാക്സിമം ഫോഴ്സ് ആണെങ്കിലോ F = I × L × B.